ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് വൈകുന്നേരത്തേക്കുള്ള സ്നാക്സ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ കുഞ്ഞുവാവേ വന്നിട്ടുണ്ട്. കുഞ്ഞുവാവിനോട് ഹായ് പറയാൻ പറഞ്ഞപ്പോൾ കുഞ്ഞുവാവയുടെ ഇപ്പോഴത്തെ സ്റ്റൈൽ ഇതാണ് കേട്ടോ. കുഞ്ഞുവാവയുടെ ഹായ് പറച്ചില്ല ഇങ്ങനെയാണ് കേട്ടോ. നമ്മളിന്ന് പാപ്പ ഉണ്ടാക്കാൻ പോകണം. ഞങ്ങൾ പാപ്പ ഉണ്ടാക്കാൻ പോകണം കേട്ടോ. അപ്പൊ നമുക്ക് വൈകുന്നേരത്തേക്ക് ഞാനൊരു വെറൈറ്റി പക്കവട ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. വെറൈറ്റി എന്ന് വെച്ചാല് ഞാൻ ഇതുവരെ ഇത് വെച്ച് ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ എന്താ സംഭവം എന്ന് അറിയാമോ, നമ്മുടെ ഇവിടെ ഉണ്ടായിട്ടുള്ള സ്പൂൺ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കാമോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. എന്താ വീഡിയോ എടുത്ത് വെച്ചിട്ട് നല്ലതാണെങ്കിൽ മാത്രം അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. നമ്മുടെ കൂൺ ബെഡിലെ 2 ബെഡിലായിട്ട് ഒരു 2-3 കൂൺ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണത്തിൽ ചെറുതാണ്, ഒരെണ്ണത്തിൽ ഇത്തിരി വലുതാണ് കേട്ടോ. അപ്പം അങ്ങനെ ആ കൂണുകളെല്ലാം പറിച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത വെള്ളത്തിൽ മുക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രാവിലെ മുക്കി വെച്ചതാണ്. വൈകുന്നേരം കേട്ടോ സ്നാക്സ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതേ നമ്മുടെ കൂണെല്ലാം ഉപ്പും മഞ്ഞപ്പൊടിയും ചേർന്ന വെള്ളത്തിൽ കുളിച്ച് നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഇത് വിഷാംശം ഉണ്ടെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചാണ് ഇങ്ങനെ മഞ്ഞപ്പൊടി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നന്നായിട്ട് വെള്ളം കുടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം എല്ലാം ഒന്ന് നല്ലപോലെ പിഴിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ ഇത് മുക്കി വറുക്കാനായിട്ട് കുറച്ച് മാവ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനെ ഞാൻ ഇഡ്ഡലിക്ക് അരക്കാനായിട്ട് കുറച്ച് പച്ചരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് 1 കപ്പ് പച്ചരിയും പിന്നെ 1 കപ്പ് നമ്മുടെ കടലമാവില്ലേ അതും പിന്നെ ഒരു കുഞ്ഞ് കഷ്ണം കായവും കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് മുളക് പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാവ് അരച്ച് വന്ന് ആ മിക്സിയുടെ ജാറും കൂടി കഴുകി എടുത്തപ്പോഴേക്കും വെള്ളം കുറച്ച് കൂടിപ്പോയി. അപ്പോൾ ഞാനൊരു സ്പൂണും കടലപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കലക്കി എടുക്കുന്നുണ്ട് കേട്ടോ, കട്ടയൊന്നും ഇല്ലാതെ. എന്നിട്ട് ചെറുതായി കീറി വെച്ചിരിക്കുന്ന നമ്മുടെ കൂൺ അതിലേക്ക് ഇട്ട് കൊടുത്തു നല്ലപോലെ കുഴച്ചിട്ട് നമ്മൾ സാധാരണ പക്കവടയൊക്കെ ഉള്ളിവടയൊക്കെ വറുക്കില്ലേ അതുപോലെ അങ്ങ് വറുത്ത് കോരി എടുക്കുവാണേ. അപ്പോൾ ഈ മാവ് അരച്ച് വന്നപ്പോൾ എനിക്കറിയാമായിരുന്നു കൂൺ കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒരു സവാള എടുത്തിട്ട് ചെറുതായി അരിഞ്ഞതിലേക്ക് കുറച്ച് ഉപ്പുപൊടിയും പറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കൂണിൻ്റെ പക്കവട വറുത്ത് കഴിഞ്ഞിട്ട് സവാളയും കൂടി ഇട്ട് അതും കൂടി ബാക്കി മാവും കൂടി വറുത്തെടുത്തിട്ടോ. പിന്നെ ഒരു വെളുത്തുള്ളി എടുത്ത് ചതച്ചിട്ട് അതും കൂടി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ വറുക്കാനിട്ടപ്പോഴേക്കും ഒരു വെളുത്തുള്ളി ചതഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതൊന്ന് പൊട്ടി എൻ്റെ കയ്യിലേക്ക് വീണില്ല, ഭാഗ്യം കേട്ടോ. വെളുത്തുള്ളി വറുത്തെടുത്തതിന് ശേഷം കുറച്ച് വേപ്പിലയും കൂടി വറുത്ത് നമ്മുടെ പക്കുവടയുടെ മീതെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്താണെങ്കിലും അടിപൊളിയായിരുന്നു, സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കൂൺ പക്കവടയും ഉള്ളിപ്പക്കവടയും എല്ലാം കൂടി വൈകുന്നേരത്തെ ചായ കുടിച്ചു കേട്ടോ. അപ്പോൾ ടാറ്റ പറയാൻ പറഞ്ഞപ്പോൾ കുഞ്ഞാവതേ ഫോണിൻ്റെ അടുത്തേക്ക് ഓടുവാണ്. അപ്പോൾ ഞാനും കൂടി പോട്ടെ കേട്ടോ, അല്ലെങ്കിൽ എൻ്റെ ഫോൺ ഇപ്പോൾ പോകും. അപ്പോൾ നാളത്തെ വീഡിയോ കാണാം കേട്ടോ. ഓക്കെ, ബൈ.